ന്യൂഡൽഹി. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീം കോടതി. 13 വർഷമായി ചലനമറ്റ നിലയിൽ യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ഹരീഷ് റാണയുടെ ചികിത്സ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ജീവിതത്തിലേക്ക് തിരികെ എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് റാണയുടെ വൃദ്ധ മാതാപിതാക്കൾ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. മകന്റെ ദുരിതാവസ്ഥ കണ്ടുമടുത്തെന്നും ചികിത്സ തുടരുന്നതിന് ഫലമില്ലെന്നും അവർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് JP പർദിവാലയും ജസ്റ്റിസ് KV വിശ്വനാഥനും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ചികിത്സ തുടരുന്നതുകൊണ്ട് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതായി കോടതി അറിയിച്ചു. ഹരീഷ് റാണയെ എയിംസിലെ പാലിയേറ്റീവ് കെയറിൽ പ്രവേശിപ്പിച്ച് ദയാവധം നടപ്പാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഇതിനായി വിശദമായ മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. കുടുംബത്തിന്റെ തീരുമാനം നിസ്വാർത്ഥമാണെന്നും രോഗിക്ക് അന്തസ്സായ മരണത്തിന് അവകാശമുണ്ടെന്നും ജസ്റ്റിസ് KV വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. 2018-ൽ ദയാവധം നിയമവിധേയമാക്കിയ സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള രാജ്യത്തെ ആദ്യമായുള്ള ഇത്തരം ഉത്തരവാണിത്. ചണ്ഡീഗഡിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് റാണ 2013-ൽ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റതോടെയാണ് ഈ അവസ്ഥയിലായത്. കേസിൽ ഹരീഷിന്റെ മാതാപിതാക്കൾക്കായി മലയാളി അഭിഭാഷക രശ്മി നന്ദകുമാറാണ് ഹാജരായത്. കൂടുതൽ വാർത്തകൾക്കായി താഴെ കൊടുത്ത ലിങ്കിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ എൻ്റെ നാട് വാർത്താ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 8129622842